ഇന്ന് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലത്തെ ആതിരയുടെ കല്യാണ തലേന്നാണ്. എന്ന് വെച്ചാൽ മറ്റേ മെഹന്തി ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷൻ പോലെ. ശരിക്കും പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫംഗ്ഷൻ ഇടയായി പോവാൻ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യത്തിലൊന്നാട്ടോ. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്, അതുമല്ല ആദ്യത്തെ ട്യൂഷൻ ടീച്ചർ ആണെന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും പോകാതിരിക്കാൻ തോന്നിയില്ല. വേഗം തന്നെ റെഡിയായി ഫംഗ്ഷന് വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ എന്നാലും മനസ്സിനകത്തൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഓഫീസിന്റെ ചരമവാർഷിക ദിനം കൂടിയാണ്. അന്ന് എനിക്കവിടെ പോകാൻ പറ്റിയില്ല. ഈ വർക്ക് കഴിഞ്ഞിട്ട് പോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ രാത്രി പോകാന്നുള്ളത് ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. കല്യാണത്തിന് മുമ്പ് എല്ലാ വർഷവും മുടങ്ങാതെ ഉച്ചയ്ക്ക് പോയി നർസറി കഴിക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും പോകാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഇങ്ങനെ മുടക്ക് വന്നപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ജിമിഷൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അന്ന് നമുക്ക് ഒന്ന് അവിടം വരെ പോയിട്ട് രൂപം മൊത്തിയിട്ട് വരാമെന്ന്. അപ്പോൾ അനിയനും പറഞ്ഞു അന്ന് അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തന്നെ വണ്ടിയെടുത്ത് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ജനസാഗരമായിരുന്നു. രാത്രിയായിട്ടും ആൾക്കാർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഫുഡ് തീർന്നിട്ട് രണ്ടാമത് ഫുഡ് ഇട്ട് വെക്കുന്ന സമയത്താട്ടോ ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ രൂപം മൊത്താൻ വേണ്ടിയിട്ട് പള്ളിയുടെ തിയോഫനിച്ചിന്റെ അങ്ങോട്ടേക്ക് നടന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എല്ലാ ദിവസവും ഇവിടെ തിയോഫനസിന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടേ സ്കൂളിലോട്ട് പോകുള്ളൂ. അതുപോലെ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടേ വീട്ടിലോട്ട് പോകുള്ളായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആരാണെന്നറിയില്ല, പക്ഷെ തിയോഫനസിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കും, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചർച്ചിന്റെ സ്പോട്ട് വരുന്നത് നമ്മൾ വൈറ്റിലേന്ന് തമ്മനം റൂട്ട് പോകുമ്പോഴത്തേക്കും റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴ്ത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. തൊട്ടടുത്ത് തന്നെ സെന്റ് സ്കൂളുണ്ട്. അപ്പൊ അതിന് തൊട്ടടുത്തായിട്ടാട്ടോ ഇതിന്റെ സ്പോട്ട് വരുന്നത്. ഞങ്ങൾ 9:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. പക്ഷെ ആ സമയമായിട്ട് പോലും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നത്. സാധാരണ ഞങ്ങൾ പള്ളിയിലൊന്നും പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഫോണൊന്നും പിടിച്ച് പോകുന്ന പരിപാടി ഇല്ല കേട്ടോ. കൂടുതലും വീട്ടിൽ വെച്ചിട്ടാണ് പോരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഫോൺ കയ്യിലെടുക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ മൊമെന്റ്സ് ഒക്കെ അവരുടെ മൈൻഡിലേ ഉണ്ടാവത്തില്ല. പക്ഷെ വലുതായി ഇങ്ങനത്തെ ഒരു റെക്കോർഡ് അവർ കാണുകയാണെങ്കിൽ അവരുടെ മനസ്സുണ്ടാവില്ലേ, പണ്ട് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് പോയ പള്ളിയാണിത്, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നല്. അത് ഇനി അവനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പണ്ട് പോയ പള്ളികളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ആദ്യക്കുട്ടിനും വലുതായി കഴിയുമ്പോൾ ഇവിടെയൊക്കെ വരണം. പണ്ട് ഞാൻ എൻ്റെ അമ്മയൊക്കെ വന്നിരുന്ന പള്ളിയാണ് എന്നൊക്കെ വിചാരിച്ച് അവനിവിടെ വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അതിനും കൂടി വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് വലുതായി കഴിയുമ്പോൾ കണ്ട് സന്തോഷിക്കാനും അവർക്ക് നമ്മളെ പിന്നെയും കാണാനുള്ള ഒരു അവസരമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങി വന്നിരുന്നു. ആദ്യവും യുവമോളും നല്ല കളിയായിരുന്നു. വീട്ടിലാണെങ്കിൽ ഈ സമയത്ത് ഭയങ്കര നല്ലതായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അവിടെ ഇരുന്ന് കളിച്ചോട്ടെന്ന് വിചാരിച്ച് കുറച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അവരുടെ കളിയൊക്കെ കണ്ടോണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വിളിച്ചു വന്നാൽ പുറത്തോട്ട് ഇറങ്ങാം, എന്തായാലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത്രയും നല്ല ക്യൂ ആയിരുന്നു. എൻ്റെ ഒരു നേർച്ച ഒരിത്തിരി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഈ തിരക്ക് കാരണം അത് നടക്കില്ലാന്ന് തോന്നിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ഇറങ്ങി. ആ പുറത്ത് മറ്റേ ചിപ്സും പോപ്കോണൊക്കെ വിൽക്കുന്ന കട ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒന്നും ഇങ്ങനത്തെ കടയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു വന്നാൽ നമുക്കൊരു ചായ കുടിച്ചിട്ട്, എന്തായാലും ചായ ഞങ്ങളുടെ കാര്യത്തിനകത്ത് മസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ചളിക്കാട്ടത്തുള്ള കക്കാരത്തിലോട്ട് പോയിട്ടോ. അവിടെ നല്ല ചായയാണ്. അതുപോലെ തന്നെ മറ്റേ ടാക്സ് ഒക്കെ ഉണ്ട്, അത് വേറെ കാര്യം, പക്ഷെ നല്ല ചായയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ചായ പറഞ്ഞു. എപ്പോൾ തിയോഫനസിന്റെ പള്ളിയിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് വന്നാലും ഞങ്ങളുടെ ടീ സ്പോട്ട് ഇതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ കയറി ചായ കുടിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ചായയൊക്കെ ഓർഡർ ചെയ്തു. ഞാനാണെങ്കിൽ എൻ്റെ മുടിയിൽ ഇന്നലെ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്ത് എണ്ണയിൽ കുളിപ്പിച്ച് വെച്ചിട്ടിരിക്കുക കേട്ടോ. മറ്റേ ഷാമ്പൂ ഒന്നും ചെയ്തില്ല. അപ്പൊ ആ ഒരു ശോകത്തിൽ അതന്നെ, കാരണം ഇങ്ങനെ ഞാൻ പോവില്ല എണ്ണ വെച്ചിട്ട്, ഇത്രയും എണ്ണ വെച്ചിട്ട് ഞാൻ പോകത്തില്ല. പക്ഷെ നല്ല എണ്ണ ഇട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അതും പറയണ്ടായിരുന്നു ജിമിഷനെന്തെങ്കിലും എണ്ണ മാറ്റിയിട്ടില്ല. അപ്പൊ അവിടുന്ന് ഞങ്ങള് ചായ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ പള്ളിയിലുള്ള ചേട്ടനെയും ചേച്ചിനെയും കണ്ട് സംസാരിച്ചു. അവരും തിയോഫനസിന്റെ അവിടെ ഫുഡിന് വേണ്ടി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നേരെ മഴയ്ക്ക് മുമ്പ് വീട്ടിലോട്ട് പോയിട്ടോ.